ഗാങ് വോർ ആണ് റായൻ എന്ന സിനിമയുടെ ഒരു സെൻട്രൽ പ്ലോട്ട്. പക്ഷേ ധനുഷ് എഴുതി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി അതാണ് റായൻ എന്ന സിനിമയെ ഭയങ്കര ഡിഫറെൻ്റ് ആകുന്നത്. ഒരു ഏകദേശം ഈ സിനിമ ഒരു പ്രെഡിക്റ്റബിൾ റൂട്ടിലാണ് പോണത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു ഡിഫറെൻറ്റ് റൂട്ട് പിടിക്കും. വിത്ത് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകളും അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങളൊക്കെയാണ് പിന്നീട് സംഭവിക്കുന്നത്. ക്യാരക്ടറൈസേഷൻ അത് വളരെ നന്നായിരുന്നു, എസ്പെഷ്യലി സെൻട്രൽ ക്യാരക്ടേഴ്സിൻ്റെ. ആകെ പോരാതെ പോയത് അപർണ ബാലമുരയുടെ ക്യാരക്ടറായിരുന്നു. പിന്നെ എസ് ജെ സൂര്യയുടെ വില്ലൻ ക്യാരക്ടർ ആണെങ്കിൽ പോലും മാനാടും മാർക്ക് ആന്റണിക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് കൊള്ളാം. പിന്നെ പ്രകാശ് രാജിന്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ടിപ്പിക്കൽ ഗാങ് വാർ സിനിമകൾ കാണുന്ന ഒരു കോപ്പറോഡായിട്ട് ഫീൽ ചെയ്തുള്ളൂ. പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ഇന്റൻസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ധനുഷ്, സുന്ദീപ് കിഷൻ, കാളിദാസൻ, സെൽവരാഘവൻ, തുഷാര വിജയൻ, സിബ്ലിങ്സ് ആയ റായൻ, മുത്തു, മാണിക്യം, ദുർഗ എന്നിവരുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ വളരെ രസകരമായും ഭയങ്കര നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. മ്യൂസിക് ബൈ എ റഹ്മാൻ, അതാണ് ഈ സിനിമയുടെ ഒരു സോൾ എന്ന് തന്നെ പറയാം. ഒന്നാമത് ഈ സിനിമയുടെ ഒരു ടോൺ ഭയങ്കര ഡാർക്കാണ്. അതിനെ കൂടുതൽ ഡാർക്കാക്കാൻ എ റഹ്മാൻ്റെ മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. സോങ്സ് എല്ലാം ഫോക്കറ്റബിൾ ആണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് അതുകൊണ്ട് ചെയ്യുന്നുണ്ടായി. വിഷ്വൽസ് ഒരു വലിയ വലിയ പോസിറ്റീവ് തന്നെയായിരുന്നു. ആ സിനിമയുടെ കറക്റ്റ് ആ ഫീൽ നമുക്ക് നന്നായിട്ട് കിട്ടും. സിനിമാറ്റോഗ്രഫി നന്നായിരുന്നു, എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ പേസ് നമ്മൾ അറിയേ പോലും ഇല്ല, പെട്ടെന്ന് ഇൻ്റർവെല്ലോ. ഇനിയിപ്പോൾ നമുക്ക് സ്ലോ ആ ഒരു ഫീൽ കിട്ടുവാണെങ്കിൽ പോലും അത് സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ പക്ഷെ എന്നാലും ബോർ അടിക്കില്ല. ധനുഷ് അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഈ സിനിമയുടെ ലാസ്റ്റ് ഒരു സോങ് ഉണ്ട്, അടങ്കാത അസുരൻ. ആ ഒരു ഹോൾ സോങ്ങിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനും അതിൻ്റെ ആ ഒരു കോറിയോഗ്രഫിയും അതൊരു വൺ സെറ്റപ്പ് തന്നെ. നല്ല രീതിയിൽ ഒരു ഹാർഡ് വർക്ക് എവിഡനാണ് ധനുഷിൻ്റെ സൈഡിൽ നിന്ന്. ആൻഡ് ആ ഹോൾ സോങ്ങിൻ്റെ ആ പിക്ചറൈസേഷൻ വളരെ നന്നായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കുറേ ഗട്ട് റേഞ്ചിങ് ആയ സീൻസ് ഒക്കെ ഉണ്ട് നമ്മൾ അൺപ്ലസൻ്റ് ആക്കാൻ. ഓവറോൾ ഒരു വെൽ റിട്ടൺ ആൻഡ് എക്സിക്യൂട്ടഡ് ആക്ഷൻ ക്രൈം ഡ്രാമയാണ് ബൈ ധനുഷ്. ധനുഷ് ആദ്യം ഡയറക്ട് ചെയ്ത സിനിമ പാപ്പാണ്ടിയായിരുന്നു. അതും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഒരു ഹാർട്ട് വാർമിംഗ് ബ്യൂട്ടിഫുൾ മൂവിയായിരുന്നു അതും കണ്ടു നോക്കുക.